നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ദേശീയ മാധ്യമങ്ങൾ അവരുടെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തുവിട്ടത്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള UDF മുന്നേറ്റമാകും ഉണ്ടാവുക എന്നാണ് മിക്കവാറും ദേശീയ മാധ്യമങ്ങളൊക്കെ അവരുടെ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 15 മുതൽ 17 സീറ്റ് വരെ നേടാൻ UDFന് കഴിയും എന്ന കണ്ടെത്തലുണ്ട്. അതുപോലെ തന്നെ തിളക്കമാർന്ന വിജയം നേടാൻ NDAക്ക് കഴിയും എന്നും അതിൽ സൂചനയുണ്ട്. അതിൽ UDFൻ്റെ ഭാഗത്തുനിന്നും എടുത്തു പറയേണ്ട ചില മണ്ഡലങ്ങൾ കണ്ണൂരും വടകരയും ഒക്കെ കോഴിക്കോടുമൊക്കെ UDFനൊപ്പം നിൽക്കുമെന്നാണ്. എന്നാൽ അതിനുശേഷം വന്ന മനോരമയുടെ എക്സിറ്റ് പോളിൽ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് വടകര KK ശൈലജ ടീച്ചർ കൊയ്തെടുക്കുമെന്നാണ് മനോരമ സർവേയിൽ പറയുന്നത്. അത് ഇപ്രകാരമാണ്: തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലാകെ ഓളമുണ്ടാക്കിയ വടകര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനേക്കാൾ 1.91% വോട്ട് കൂടുതൽ നേടി KK ശൈലജ വിജയിക്കും എന്നാണ് മനോരമ ന്യൂസും VMRും ചേർന്ന് നടത്തിയ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. KK ശൈലജയ്ക്ക് 41.56% വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം. പോളിൽ പങ്കെടുത്ത 39.65% പേർ ഷാഫിക്ക് അനുകൂലമായി വോട്ട് ചെയ്തുവെന്നും പറയുന്നു. NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണന് 17.69% വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം. എന്നാൽ 2019 UDFൻ്റെ K മുരളീധരൻ 49.42% വോട്ട് നേടി വിജയിച്ച സ്ഥാനത്താണ് ഇത്തവണ KK ശൈലജ വിജയം കൊയ്തെടുക്കുന്നത്. രണ്ടാം സ്ഥാനത്തെത്തിയ LDF സ്ഥാനാർത്ഥി P ജയരാജൻ അന്ന് 41.47% വോട്ടാണ് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥി VK സജീവനാകട്ടെ 7.52% വോട്ട് ലഭിച്ചു. അവരുടെ സർവേയിൽ പറയുന്നത് NDAക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ വടകരയിൽ കഴിയുമെന്നാണ്. എന്നാൽ മറ്റൊരു മണ്ഡലമായ തൃശ്ശൂരിൽ ദേശീയ സർവേ പ്രകാരമുള്ള കണക്കിൽ എല്ലാ സർവേകളും പറയുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപി പിടിച്ചെടുക്കും എന്നാണ്. എന്നാൽ മനോരമ പറയുന്നത് അവിടെ UDFന് വലിയ തോതിലുള്ള വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ്. അവരുടെ സർവേയിൽ പറയുന്നത് ഇപ്രകാരമാണ്: തൃശ്ശൂർ മണ്ഡലം UDF നിലനിർത്തുമെന്ന് മനോരമ സർവേ പറയുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി K മുരളീധരന് 37.53% വോട്ട് ലഭിക്കുമെന്നും LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ 30.72 വോട്ടുകൾ നേടുമെന്നുമാണ് ഈ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കാകട്ടെ 29.55% വോട്ട് മാത്രമേ കിട്ടുകയുള്ളൂ എന്നും സർവേ പറയുന്നു. LDFും NDAയും തമ്മിൽ നേരിയ വോട്ട് വ്യത്യാസമാണ് എന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ 2.3%വും LDFന് 0.12% വോട്ട് വിഹിതം കുറയുമെന്നും പറയുന്നുണ്ട്. എന്നാൽ NDAക്കാകട്ടെ 1.36% വോട്ട് വിഹിതം കൂടുമെന്നാണ് മനോരമയുടെ പ്രവചനം. ഇതിനകത്ത് വടകരയിലെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ KK ശൈലജയേക്കാൾ വലിയ തോതിൽ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ വിജയിക്കുമെന്നായിരുന്നു അവിടുത്തെ കണക്കുകൂട്ടൽ. ദേശീയ സർവേകളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ മനോരമ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത്. അതിനവർ പറയുന്നത് UDFൻ്റെ ഭാഗത്തു നിന്നും തെറ്റായ ചില കീഴ്വഴക്കങ്ങൾ ആദ്യം മുതലേ തന്നെ ഉണ്ടായി, അത് ദോഷകരമായി ബാധിക്കുമെന്നാണ്. നേരെ മറിച്ച് KK ശൈലജയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ സ്ഫോടനങ്ങൾ നടന്നതും അതുപോലെ തന്നെ ചന്ദ്രശേഖർ വധവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തോതിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഭരണവിരുദ്ധ വികാരം വരാൻ സാധ്യതയുണ്ട്. അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ അവിടെ KK ശൈലജയ്ക്ക് വിജയിക്കാൻ കഴിയുക എന്നാണ് മനോരമ സർവേ പറയുന്നത്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി വലിയ തോതിൽ ജയിക്കും എന്ന് മറ്റ് സർവേകൾ പറയുമ്പോഴാണ് മനോരമ പറയുന്നത് അവിടെ K മുരളീധരൻ വലിയ തോതിൽ വലിയ മാർജിനോടുകൂടി തന്നെ വിജയിച്ച് കയറും എന്നുള്ളത്. മനോരമയുടെ സർവേയിലെ ഈ വൈചിത്രം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കണ്ടെത്തലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.